അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ 30,000 രൂപയുടെ താഴെ കിട്ടുന്ന നല്ല ഗെയിമിംഗ് ഫോൺസിനെ കുറിച്ചായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ 30,000 രൂപയുടെ താഴെയുള്ള പ്രൈസ് കാറ്റഗറി നിലവിൽ ഇപ്പോൾ നല്ല കോമ്പറ്റീഷൻ ഉള്ള ഏരിയയും കൂടിയാണ്. നിങ്ങൾക്ക് ഏത് സ്മാർട്ട് ഫോണിലോട്ടും വേണമെങ്കിൽ പോകാനൊക്കെ പറ്റും. എല്ലാം നല്ല ഫോൺസ് ഒക്കെ തന്നെയാണ്. പക്ഷെ ഇന്ന് ഞാൻ ഗെയിമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സ്മാർട്ട് ഫോൺസ് ആയിരിക്കും റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഗെയിമിംഗ് തന്നെ ഒരു സ്മാർട്ട് ഫോൺ അത് വേണമെങ്കിൽ ഇപ്പോൾ ഗെയിമിംഗ് തന്നെയാണ് നിങ്ങളുടെ പ്രധാനമെങ്കിൽ ഈ 5 സ്മാർട്ട് ഫോൺസ് നമുക്ക് പറയാൻ പറ്റിയ ഒരു നല്ല ഓപ്ഷൻ തന്നെയായിരിക്കും. ഇപ്പൊ നമ്മൾ ഗെയിമിങ്ങിന് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കുമ്പോൾ നമ്മൾ അതിന്റെ ക്യാമറാസ് ഒന്നും നോക്കാറില്ല. നമ്മൾ നോക്കുന്നത് അതിന്റെ ഡിസ്പ്ലേ എങ്ങനെയാണ്, അതിന്റെ സ്പീക്കേഴ്സ് എങ്ങനെയാണ്, ഹെഡ്ഫോൺ ജാക്ക് ഉണ്ടോ, സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണോ, പിന്നെ അതിന്റെ ചിപ്പ് സെറ്റ് എങ്ങനെയാണ്, പിന്നെ ബാറ്ററി എങ്ങനെയാണ്, ഈ മെയിൻ കാര്യങ്ങളായിരിക്കും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ സമയമൊന്നും കളയാതെ നമുക്ക് ഒന്നാമത്തെ സ്മാർട്ട് ഫോണിലോട്ട് പോകാം. ഇപ്പൊ നിങ്ങളുടെ ബഡ്ജറ്റ് 20,000 റുപ്പീസ് വല്ലതും ആണെങ്കിൽ iQOO Z3 5G ഒരു നല്ല പിക്ക് തന്നെയായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഈ സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേസും കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ ഫോണിൽ നിങ്ങൾക്ക് 6.58 ഇഞ്ചിന്റെ നിങ്ങൾക്ക് 1080p IPS LCD സ്ക്രീൻ ആണ് ഉള്ളത്. ഇത് 120 ഹെർട്സും കൂടെയാണ്. പിന്നെ HDR10 സപ്പോർട്ടും കൂടെ ഉണ്ട്. 401 PPI സ്ക്രീനുമായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഡീസന്റ് ആണ് നമുക്ക് പറയാൻ പറ്റും ഈ പ്രൈസ് റേഞ്ചിലൊക്കെ. നല്ല ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ ചിപ്സെറ്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗൺ 768 5G ചിപ്സെറ്റ് ആണ് കിട്ടുക. ഇത് 7nm ബേസ്ഡും കൂടെയാണ്. അപ്പോൾ ഇതൊരു നല്ല ചിപ്സെറ്റ് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇതിന്റെ GPU ആണെങ്കിൽ Adreno 620 ആണ്. പിന്നെ UFS 2.2 സപ്പോർട്ടൊക്കെ ഉണ്ട് ഈ സ്മാർട്ട് ഫോണകത്ത്. പിന്നെ ഒരു നല്ല കാര്യം എന്ന് വെച്ചാൽ ഈ സ്മാർട്ട് ഫോണകത്ത് നിങ്ങൾക്ക് ഹെഡ്ഫോൺ ജാക്ക് ഒക്കെ ഉണ്ട്. അതൊരു നല്ല കാര്യം. അപ്പോൾ വേറൊരു ഡൗൺ സൈഡ് എന്ന് വെച്ചാൽ ഈ സ്മാർട്ട് ഫോണകത്ത് നിങ്ങൾക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒന്നുമില്ല, പക്ഷേ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ലെന്ന് നമുക്ക് പറയാൻ പറ്റും. ഹെഡ്ഫോൺ ജാക്ക് ധാരാളം തന്നെയാണ്. പിന്നെ സോഫ്റ്റ്വെയറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഫൺ ടച്ച് OS ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഫൺ ടച്ച് OS ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഇതിലോട്ടൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റും. അഥവാ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും UI ഉള്ള സ്മാർട്ട് ഫോൺ ആണെങ്കിൽ ഞാൻ വേറെ സ്മാർട്ട് ഫോൺസ് ഒക്കെ റെക്കമെൻഡ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി ബാക്കപ്പിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അത് 4400 mAh ബാറ്ററി ബാക്കപ്പ് ആണ് കിട്ടുന്നത്. പിന്നെ 55 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ബോക്സ് വരുന്നുണ്ട്. ഓവറോൾ നമുക്ക് പറയാൻ പറ്റും ഇതൊരു നല്ല പിക്ക് തന്നെയാണ് ഗെയിമിംഗ്. ഇപ്പൊ നിങ്ങൾക്ക് BGMI കളിക്കണം, കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കണം, ഫ്രീ ഫയർ കളിക്കണമെങ്കിൽ ഇതൊരു നല്ല പിക്ക് തന്നെയാണ്. ഇതിന്റെ പ്രൈസിങ് 20K റുപ്പീസിലാണ്. അപ്പൊ iQOO C3 പറ്റി ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുമായിരുന്നു. ഇത് ഒരു 5G ഡിവൈസും കൂടെയാണ്. പിന്നെ ബാൻഡ്സ് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആകെ 2 ബാൻഡ്സ് ഒക്കെ ഉള്ളൂ. ഇതൊക്കെ ഉള്ളായിരുന്നു 5Gയും കാര്യങ്ങളിനകത്ത്. അപ്പൊ ഇതും നമുക്ക് മറ്റു ഓവറോൾ ഒരു നല്ല ഗെയിമിങ്ങിന് വേണ്ടിയുള്ള ഡിവൈസ് തന്നെയാണ്. അപ്പൊ രണ്ടാമത്തെ സ്മാർട്ട് ഫോൺ ഞാൻ എല്ലാ വീഡിയോയ്ക്കകത്തും പറയുന്നുണ്ട്. ഇത് ഗെയിമിങ്ങിന് ഒരു ഓൾറൗണ്ടർ ആണ്. ഇതാണ് പോക്കോ X3 Pro. കഴിഞ്ഞ 3-4 മാസമായിട്ട് ഞാൻ ഈ സ്മാർട്ട് ഫോൺ ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങളുടെ ബഡ്ജറ്റ് 20K ആണ്. അഗൈൻ സ്പെസിഫിക്കേഷൻ ഒക്കെ പറഞ്ഞുതരാം. അഗൈൻ ഡിസ്പ്ലേസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് 6.67 ഇഞ്ചിന്റെ IPS LCD സ്ക്രീൻ ആണ് ഉള്ളത്. 120 ഹെർട്സും കൂടെയാണ്. HDR10 സപ്പോർട്ട് ഒക്കെ ഉണ്ട്. Gorilla Glass 6 സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതൊരു നല്ല സംഭവം തന്നെയായിരുന്നു. പിന്നെ ചിപ്സെറ്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് സ്നാപ്ഡ്രാഗൺ 860 ആണ് കിട്ടുന്നത്. 7nm ബേസ്ഡ് കൂടെയാണ്. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് Adreno 640 GPU ആണ് കിട്ടുന്നത്. UFS 3.1 സപ്പോർട്ടും ഒക്കെ ആയിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ ഒരു നല്ല കാര്യം എന്ന് വെച്ചാൽ ഈ സ്മാർട്ട് ഫോണകത്ത് നിങ്ങൾക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സും ഉണ്ട്, പ്ലസ് ഹെഡ്ഫോൺ ജാക്കും കൂടെ ഉണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ് ഇപ്പൊ നിങ്ങളൊരു ഗെയിമർ വല്ലതും ആണെങ്കിൽ. അപ്പൊ ഈ സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് 5160 mAh ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ബോക്സ് കിട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് കഴിഞ്ഞ 4 മാസത്തോളം ഇതൊരു ബെസ്റ്റ് ഓൾറൗണ്ടർ ഗെയിമിംഗ് ഡിവൈസ് ആണ് നമുക്ക് പറയാൻ പറ്റും. ഈ വിലയ്ക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇതിലോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പോൾ മൂന്നാമത്തെ സ്മാർട്ട് ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് OnePlus Nord 2 ആണ്. അപ്പോൾ ഇതും ഒരു തരക്കേട് ഇല്ലാത്ത ഫോൺ തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ഇതിന്റെ ഡിസ്പ്ലേസും കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 6.4 ഇഞ്ചിന്റെ നിങ്ങൾക്ക് AMOLED ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ഇത് 1080p കൂടെയാണ്. 120 ഹെർട്സ് ഒന്നും തന്നെ ഇല്ല. ഇതിനകത്ത് 90 ഹെർട്സ് ഒക്കെ ഉള്ളൂ ഈ സ്മാർട്ട് ഫോണിന്റെ സ്ക്രീനകത്ത്. പിന്നെ ഇത് HDR10+ സപ്പോർട്ട് ഒക്കെ ഉണ്ട്. ഈ സ്മാർട്ട് ഫോണകത്ത് 409 PPI സ്ക്രീനുമായിട്ടാണ് വരുന്നത്. UFS 3.1 സപ്പോർട്ട് ഉണ്ട്. ഹെഡ്ഫോൺ ജാക്ക് ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഈ സ്മാർട്ട് ഫോണിന് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. അതൊരു നല്ല സംഭവം തന്നെയായിരുന്നു. പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ ചിപ്സെറ്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് MediaTekന്റെ Dimensity 1200 5G ചിപ്സെറ്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊരു നല്ല ചിപ്സെറ്റ് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും. പിന്നെ GPU ആണെങ്കിൽ Mali G77 ആണ്. അതൊന്നും ഒരു നല്ല GPU തന്നെയാണ്. പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 4500 mAh ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് 65 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ബോക്സിലും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളതായിരുന്നു ഈ സ്മാർട്ട് ഫോണിന്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ. അപ്പോൾ ഇതിലോട്ട് നിങ്ങൾക്ക് പോകാനൊക്കെ പറ്റും. ഇതൊരു നല്ല ഡിവൈസ് തന്നെയാണ്. അപ്പോൾ ഇതിലോട്ട് നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ഓക്സിജൻ OS ഒക്കെ ഇഷ്ടമാണ് ഇതിലോട്ട് പോകാൻ പറ്റും. പക്ഷേ ഭാവിയിൽ എനിക്കറിയില്ല ഇത് വേറെ OS ആയി മാറുന്നു, കളർ OS ആയി മാറുന്നു, ഒന്നും തന്നെ പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെ ഉള്ളായിരുന്നു ഈ സ്മാർട്ട് ഫോണിനെ പറ്റി. ഈ സ്മാർട്ട് ഫോൺ എനിക്ക് ഒന്ന് 29K ഉണ്ടായിരുന്നു. അപ്പോൾ 29K ഇതിലോട്ടും പോകാൻ പറ്റും. അപ്പോൾ നാലാമത്തെ സ്മാർട്ട് ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് Mi 11X ആയിരിക്കും. അപ്പോൾ ഈ സ്മാർട്ട് ഫോണും നമുക്ക് പറയാൻ പറ്റിയൊരു നല്ല പിക്ക് തന്നെയായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്കൊരു ഗെയിമിങ്ങിന് തന്നെ ഒരു ഡിവൈസ് വാങ്ങണമെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ സ്മാർട്ട് ഫോണിന്റെ ഡിസൈൻ ഒക്കെ തന്നെയാണ്. ഡിസൈൻ എനിക്ക് പറയാൻ പറ്റും ഈ സ്മാർട്ട് ഫോൺ നല്ല തന്നെയാണ്. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയും കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ
ഇതിനകത്ത് നിങ്ങൾക്ക് 6.7 ഇഞ്ചിന്റെ നിങ്ങൾ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ഈ പ്രൈസ് റേഞ്ച് നമുക്ക് പറയുമ്പോൾ നല്ല ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ ഇത് 120 ഹെർട്സും കൂടെയാണ്. ഗൊറില്ല ഗ്ലാസ് 5 സപ്പോർട്ടൊക്കെ ഉണ്ട്. HDR10+ സപ്പോർട്ടാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് 1080p സ്ക്രീനാണ് കിട്ടുന്നത്. പിന്നെ ഈ സ്മാർട്ട് ചിപ്സെറ്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 870 ആണ് നിങ്ങൾക്ക് 30,000 രൂപയ്ക്ക് കിട്ടുന്നത്. അതൊരു നല്ലൊരു പിക്ക് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും. പിന്നെ അതിനകത്ത് Adreno 650യുടെ GPU ഉണ്ട്. അതൊരു നല്ല സംഭവമാണ്. UFS 3.1 സപ്പോർട്ടൊക്കെ ഉണ്ട്. ഹെഡ്ഫോൺ ജാക്ക് ഒന്നും തന്നെ ഇല്ല. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി ബാക്കപ്പിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ 4520 mAh ബാറ്ററി ബാക്കപ്പ് ആയിട്ടാണ് വരുന്നത്. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ബോക്സ് വരുന്നുണ്ട്. 30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോൺ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ല പിക്ക് തന്നെയായിരിക്കും. സ്പെഷ്യലി ഇതിന്റെ ഡിസൈനും ഡിസ്പ്ലേ ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. സ്നാപ്ഡ്രാഗൺ 870 നമുക്ക് പറയുമ്പോൾ ഈ വിലയ്ക്ക് ഒരു നല്ല ഓപ്ഷൻ തന്നെയായിരിക്കും. അഥവാ നിങ്ങൾക്ക് iQOO 7 ഒക്കെ നിങ്ങൾക്ക് 30,000 രൂപയ്ക്ക് കിട്ടുവാണെങ്കിൽ ആ സ്മാർട്ട് ഫോണിലോട്ട് പോകാൻ പറ്റും. പക്ഷെ നിലവിൽ ഇപ്പോൾ അത് 30,000 രൂപയുടെ മുകളിലൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയായിരുന്നു ഞാൻ iQOO 7 ഈ ലിസ്റ്റിൽ ആഡ് ചെയ്യാത്തത്. അപ്പോൾ Realme X7 Max ഒക്കെ ഉണ്ട് ഈ വിലയ്ക്ക്. പക്ഷെ അതിലോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. പക്ഷേ ഗെയിമിംഗ് ആയതുകൊണ്ട് ഞാൻ ഈ ഫോൺസ് ഒക്കെ തന്നെയാണ് റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ അഞ്ചാമത്തെ സ്മാർട്ട് ഫോണിലോട്ട് പോവുകയാണെങ്കിൽ ഇതാണ് പോക്കോ F3 GT. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഗെയിമിങ്ങിന് ഒരു ഡിവൈസ് വാങ്ങണമെങ്കിൽ ഞാൻ പറയുന്നത് ഇതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. ഇതും Mi 11X നമുക്ക് പറഞ്ഞിട്ട് ഒരു നല്ല പിക്ക് തന്നെയായിരിക്കും. അപ്പോൾ പോക്കോ F3 GT-നകത്ത് നിങ്ങൾക്ക് ROG ഫോൺ പോലത്തെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് സ്പെഷ്യൽ കൂളിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട് ഈ സ്മാർട്ട് ഫോണിനകത്ത്. പിന്നെ അത് തന്നെയല്ല ട്രിഗർ സപ്പോർട്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് ഇതിലോട്ടും പോകാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഈ സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേസും കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് 6.67 ഇഞ്ചിന്റെ നിങ്ങൾക്ക് ആമോലെഡ് ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ഇത് ഗൊറില്ല ഗ്ലാസ് 5 സപ്പോർട്ടൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇത് 1080p കൂടെയാണ്. HDR10+ സപ്പോർട്ടൊക്കെ ഉണ്ട് ഈ സ്മാർട്ട് ഫോൺ. അതായത് 120 ഹെർട്സ് ആണ്. പക്ഷേ ഈ സ്മാർട്ട് ഫോണകത്ത് 480 ഹെർട്സിന്റെ ടച്ച് സാമ്പിൾ റേറ്റും കൂടെ ഉണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയായിരുന്നു. പിന്നെ ഇത് 10-bit ഡിസ്പ്ലേയും കൂടെയാണ്. ഞാൻ കുറേ വീഡിയോസിനകത്തൊക്കെ പറഞ്ഞായിരുന്നു 10-bit അർത്ഥം 1 ബില്യൺ കളേഴ്സ് നിങ്ങളുടെ ഡിസ്പ്ലേക്ക് അത് ഷോ ചെയ്യും. പിന്നെ അത് തന്നെയല്ല ഞാൻ പോക്കോ F3 GTയുടെ OnePlus Note കൊണ്ട് ഞാനൊരു ഒപ്പീനിയൻ വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിലോട്ട് നിങ്ങൾക്ക് പോകാനൊക്കെ പറ്റും. വലിയൊരു സ്ക്രീൻ തന്നെയാണ് ഈ സ്മാർട്ട് ഫോണിനകത്ത് കിട്ടുന്നത്. ഈ സ്മാർട്ട് ഫോണിന്റെ ചിപ്സിനെ പറ്റി പറയുകയാണെങ്കിൽ OnePlus Note പോലൊക്കെ തന്നെയാണ്. Dimensity 1200 5G ഒക്കെ തന്നെയാണ്. 6nm ബേസ്ഡ് ഒരു ചിപ്സെറ്റ് തന്നെയാണ്. ഇത് 5G ഫോണും കൂടെയാണ്. അപ്പോൾ അത് തന്നെയല്ല നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോണകത്ത് Mali G77ന്റെ GPU ആണ് കിട്ടുന്നത്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഉണ്ട് ഈ സ്മാർട്ട് ഫോണകത്ത്. പക്ഷേ ഹെഡ്ഫോൺ ജാക്ക് ഒന്നും തന്നെ ഇല്ല. ഇതൊക്കെയാണ് എല്ലാ കാര്യങ്ങളൊക്കെ. പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ ഡിസൈനിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമായ കാര്യം അതിന്റെ RGB ലൈറ്റിംഗ് ആണ്. ഒരു ഗെയിമിംഗ് ഫോൺ പോലെയാണ് നമുക്ക് പറയാൻ പറ്റും. ഇത് ബേസിക്കലി ഒരു ഗെയിമിംഗ് ഫോൺ തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് വേറെ സംഭവങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ ക്യാമറാസ് ആയിട്ടുണ്ട്. അതിന് ഞാൻ ഈ സ്മാർട്ട് ഫോൺ ഒന്നും റെക്കമെൻഡ് ചെയ്തില്ല. OnePlus Note ഒരു നല്ല ഓപ്ഷൻ തന്നെയായിരിക്കും. അപ്പോൾ ഈ സ്മാർട്ട് ഫോൺ ഗെയിമിങ്ങിന് നിങ്ങൾ പോകുകയാണെങ്കിൽ ഇതൊരു നല്ല പിക്ക് തന്നെയായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഈ സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 5060 mAh ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ബോക്സിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എല്ലാ കാര്യങ്ങളൊക്കെ. ഇതിന്റെ പ്രൈസിങ്ങിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് 27K റുപ്പീസിലോളം നിങ്ങൾക്ക് വരുന്നുണ്ട് ബേസ് വേരിയന്റിന്. 31,000 രൂപയൊക്കെ വരുന്നുണ്ട് മിഡ് വേരിയന്റിനൊക്കെ. അപ്പോൾ ഇതാണ് എല്ലാ കാര്യങ്ങളൊക്കെ ഈ സ്മാർട്ട് ഫോണിന്റെ പ്രൈസിങ്ങിനെ പറ്റി. അപ്പോൾ ഈ ഫോണും നമുക്ക് പറയാൻ പറ്റിയ ഒരു നല്ല പിക്ക് തന്നെയായിരിക്കും. ഇപ്പോൾ ഗെയിമിംഗ് തന്നെയാണ് ഞാൻ പറഞ്ഞ Mi 11Xും പോക്കോ F3 GT ഒരു നല്ല പിക്ക് തന്നെയായിരിക്കും. OnePlus Noteലോട്ട് പോകാൻ പറ്റും. പക്ഷേ അതിന്റെ വേറെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ക്യാമറാസ്, ഓക്സിജൻ ഒക്കെ. ഈ രണ്ട് ഫോൺസ് ആയിരിക്കും ബെസ്റ്റ്. പക്ഷേ നിങ്ങളുടെ ബഡ്ജറ്റിൽ ആണെങ്കിൽ ഞാൻ പറഞ്ഞ iQOO Z3യും പിന്നെ പോക്കോ X3 Pro ഒരു നല്ല പിക്ക് തന്നെയായിരിക്കും. പോക്കോ X3 GTയെ പറ്റി ഒരു ന്യൂസ് ഉണ്ട്. ആ സ്മാർട്ട് ഫോൺ ഇനി വരാനൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊരു ബാഡ് ന്യൂസ് തന്നെയായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ വീഡിയോക്കകത്ത് ബെസ്റ്റ് ഗെയിമിംഗ് സ്മാർട്ട് ഫോൺസ് അണ്ടർ 30,000 റുപ്പീസിനകത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്മാർട്ട് ഫോണാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് കമന്റ് ചെയ്തിട്ട് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക്സ്.